നമസ്കാരം. അഗോറവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഷുഫലത്തിൽ ചിങ്ങക്കൂറിൽ വരുന്ന മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ മകം നക്ഷത്രം എടുക്കുകയാണെങ്കിൽ മകം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു കാലഘട്ടം അഷ്ടമശനിയുടെ ബുദ്ധിമുട്ടും 12-ലെ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടും വളരെയധികം ജീവിതത്തിൽ ക്ലേശകരമായി അനുഭവിക്കേണ്ട ഒരവസ്ഥ ഈ വർഷക്കാലം ഉണ്ടാവും. ചെറിയ മാറ്റങ്ങൾ ഇട കലർന്നു വരുന്നതായിരിക്കും. എന്നാലും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധയോടെ കരുതലോടെ തുടങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാർട്ട്ണർമാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കാൻ ശ്രദ്ധിക്കുക. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. വാക്കുകളെല്ലാം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം അത്ര ഗുണകരമല്ല. എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് അനുകൂലമായി വരുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടെ ദോഷവും അതുപോലെ തന്നെയാണ് 12-ലെ വ്യാഴത്തിന്റെ ആ ദോഷകാലവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടാക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ താൽക്കാലികമായി മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായി അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധയോട് കൂടിയിട്ട് കരുതലോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ വാഹനം ഇതൊക്കെ വാങ്ങിക്കാൻ, വസ്തു ഇതൊക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ രേഖാമൂലം അല്ലെങ്കിൽ പേപ്പർ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ചെയ്യുക. ഈ പറയുന്ന മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജീവിതത്തിലുടനീളം പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടിയാൽ പോലും വളരെയധികം ശ്രദ്ധയോടെ കരുതലോട് മുന്നോട്ട് പോവുക. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരാണ്ട് ശ്രദ്ധിക്കുക. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ ആകപ്പാടെ ദുരിതപൂർണമാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നതായിരിക്കും. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.